ഒരു എന്താ പറയുന്നത് മുന്നോട്ട് പോകണം. ഇവിടെ നിന്ന് പോയാലും നമ്മളെപ്പോഴും ഇതിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ മനസ്സിൽ വയ്ക്കണം. നല്ലവരായി ജീവിക്കാൻ, നമ്മുടെ കുട്ടികളെ നല്ലവരായി വളർത്താനൊക്കെ കല വളരെ ഉപകരിക്കും. അവർക്ക് കലാപ്രേമം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള അപേക്ഷയോട് കൂടി ഞാൻ നിർത്തുന്നു. ഈ കലാമേഖല കേരള ബിലോ ആവറേജിന് മുകളിലേക്ക് ഉണ്ടായില്ല എന്നുള്ള വിഷമമുണ്ട്. ഇനി അടുത്ത തവണ ശ്രദ്ധിച്ചാൽ മതി. അത് നല്ല നാടാക്കി നമ്മൾ സംഘടിപ്പിക്കുക, നല്ല ആളുകളെ കൊണ്ട് ക്ലാസ് നിങ്ങൾ സ്വയം ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിച്ചാൽ ഇനി നമുക്ക് മികച്ച നാടകം ഉണ്ടാക്കാൻ ശ്രമിക്കും. സമ്മാനം കിട്ടാത്തവർ ഇതൊരു കുറവായി കാണണ്ട, അതിൽ തെറ്റുകൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഓരോ നാടകത്തിൻ്റെയും കുറവുകൾ പറയണമെന്ന് പറഞ്ഞിരുന്നു. 8 നാടകത്തിൻ്റെ ചെറുതാക്കി ചുരുക്കി പറഞ്ഞല്ലോ. അതുകൊണ്ട് ആരും മോശക്കാരനാക്കാനല്ല പറയുന്നത്. ഇനിയുള്ള അവസരം ശ്രദ്ധിക്കാനാണ്. ആദ്യം അവതരിപ്പിച്ച ഗുരുവായൂരിൽ ഒരു രാത്രിയാണ് ആദ്യം അവതരിപ്പിച്ച നാടകം. അത് ഒരു ചെറിയ വിഷയത്തെ വലിച്ചു നിർത്തിയതിൻ്റെ പാകപ്പെടൽ നാടകത്തിൽ നമുക്ക് ഉടനീളം കാണാമായിരുന്നു. ഒരു സെറ്റിൻ്റെയും പ്രോപ്പർട്ടിയും തെറ്റായ ഉപയോഗം. അപ്പോൾ അതിനകത്തൊരു TV ഉണ്ട്, പക്ഷെ കട്ടിലില്ല. വലിയ TV ഉള്ള മുറിയിൽ കട്ടിലുണ്ടാവും. അതുപോലെ ഉപയോഗിക്കുന്ന രീതി, പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് വെറുതെ കിടക്കുന്നത് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ മൂവ്മെന്റ്സ്, സ്റ്റേജ് മൂവ്മെന്റ്സ് എന്ന് പറയും, അത് കുറവായിരുന്നു. നല്ല നടന്മാരുണ്ടായിട്ടും നാടകത്തിന്റെ ക്ലൈമാക്സിന് പിന്തുണയ്ക്കാൻ ആവശ്യമായ വിധത്തിൽ കഥാപാത്രങ്ങൾക്ക് വളർച്ച ഉണ്ടായിരുന്നില്ല. നാടകത്തിന്റെ ഇതിവൃത്തത്തിന് പുതുമകളൊന്നും അവകാശപ്പെടാനില്ല. കൃത്യമായൊരു ഡിസൈനിന്റെ അഭാവം ആ നാടകത്തിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ശവംവാരി എന്ന നാടകമായിരുന്നു. ഇതിവൃത്തത്തിന് അനുകൂലമായ പശ്ചാത്തലം ഒരുക്കുന്നതിൽ വിജയിച്ചെങ്കിലും സ്ഥലകാലങ്ങളെ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണം, ഇത് പുഴയിൽ ആക്ടേഴ്സ് ഇറങ്ങുന്നു, തുണി ഇറക്കുന്നു ഒക്കെ ചെയ്യുന്നു പുഴയിൽ. അതേ പുഴയിൽ കൂടെ പോലീസുകാർ നടന്നുകൊണ്ട് അച്ഛൻ നടന്നുകൊണ്ട്. അപ്പോൾ സ്പേസ് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളത് വല്ലാതെ പ്രശ്നം തോന്നി, കൃത്യമായിരുന്നില്ല അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ആക്ടിങ് ഏരിയ, ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫുൾ ആക്ടിങ് ഏരിയ, ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കണം. സ്റ്റേജ് ഡൗൺ സ്റ്റേജ്, സെൻട്രൽ സ്റ്റേജ്, അപ്പ് സ്റ്റേജ്, അങ്ങനെയാണ് സ്റ്റേജിനെ വിഭജിച്ചിരിക്കുന്നത്. ഇത് ടോട്ടൽ യൂസ് ചെയ്യണം. എത്ര നല്ല സ്റ്റേജാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, വളരെ നല്ല സ്റ്റേജാണ് അവിടെ. പക്ഷെ പലപ്പോഴും അത് സെറ്റിൽ മുങ്ങിപ്പോയിക്കൊണ്ട് ആക്ടിങ് ഏരിയ കുറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ സീൻ ചേഞ്ചുകൾ പലപ്പോഴും നാടകത്തിന്റെ ക്രമാനുഗതമായ പുരോഗതിക്ക് തടസ്സമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെഡ് ബോഡിയുടെ ഉപയോഗങ്ങൾ. പിന്നെ പ്രധാന നടീനടന്മാർ അഭിനയത്തിൽ കുറച്ചുകൂടി ഒന്ന് മിതത്വം പാലിക്കണമായിരുന്നു. പക്ഷെ അവതരിപ്പിച്ച വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സൂര്യകാന്തി നാടകാവതരണം നമ്മൾ കാണുന്ന വർഷങ്ങളായുള്ള നാടക പാറ്റേണുകൾ തന്നെയായിരുന്നു പിന്തുടർന്നത്. പിന്നെ അനാവശ്യമായ ബിംബങ്ങൾ, അത് ഇമേജസ് എന്ന് പറയും. പിന്നെ ആളുകളുടെ മൂവ്മെന്റ്സ്, ഇപ്പം ചില സാധനങ്ങൾ പുറകിലുപെടുന്നു, അതൊക്കെ നാടകത്തിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നില്ല. പിന്നെ നറേറ്റർ വന്നിങ്ങനെ നാടകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നാടകം കിട്ടും. ഡോണ്ട് ടെൽ us, ഷോ us എന്നാണ്. നാടകം പറഞ്ഞു കേൾപ്പിക്കില്ല, അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നാടകം ലാഗ് ചെയ്തിരുന്നു. എന്നാലും നാടക രചനയിൽ പുതിയൊരു ശൈലി കൊണ്ടുവരാനുള്ള ശ്രമം അതിനകത്തുണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അടുത്തത് ഗ്രേസിയുടെ ആകാശം. അതും ഒരു സ്കൂൾ ഫെസ്റ്റിവൽ നാടകങ്ങളുടെ ഒരു സ്കിറ്റ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിനകത്തും ടൈം ആൻഡ് സ്പേസ് ഒക്കെ പ്രശ്നങ്ങളായിരുന്നു. നാടകത്തിൽ പുഴ ചെയ്യുമ്പോൾ ബക്കറ്റും വെള്ളം ഉണ്ടാവും, അതിൽ തന്നെ നമ്മൾ അലക്കുന്നുള്ളൂ. ബക്കറ്റും വെള്ളം സ്വഭാവം കൊണ്ട് ഒലിച്ചു പോവില്ലേ ഒഴുക്കുള്ള പുഴയിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തും ശ്രദ്ധിക്കേണ്ടത്. ചില സെറ്റ്, അത് തീപന്തം, ബാർ ഹോട്ടൽ, ഇതൊക്കെ നമുക്ക് കൃത്യതയില്ലായിരുന്നില്ല. അത് വെച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ ഒരാശയത്തെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നതിലൂടെ ഇതിവൃത്തത്തിൽ ദുർബലമായി. പിന്നെ മ്യൂസിക്, സ്ഥിരമായ പാട്ടിന്റെ ആവർത്തനം വിരസത ഉണ്ടാക്കിയിരുന്നു. പിന്നെ അടുത്തത് 5 യന്ത്രം. തുടക്കത്തിലെ അനാവശ്യ രംഗക്രിയകൾ നാടകാരംഭത്തെ കാര്യമായി ബാധിച്ചിരുന്നു. സെറ്റ് അഭിനേതാക്കൾക്ക് വലിയൊരു തടസ്സമായിട്ട് തോന്നിയിരുന്നു. സെറ്റ് ചേഞ്ചിലെ ബാക്കിലുള്ള ആളുകളെ പോലും പ്രേക്ഷകർ കാണാമായിരുന്നു. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. അതിനകത്ത് ഒരു ഉദാഹരണം, ഒരു ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പാത്രം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ സ്റ്റൗവില്ല, ചായ തിളക്കുന്ന പാത്രമില്ല. അത് മൈൻഡ് ചെയ്യണമെങ്കിൽ എല്ലാം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എല്ലാം മൈൻഡ് ചെയ്യുക. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇമേജസ്, അതും വളരെ കൃത്യമായി നമുക്ക്, പിന്നെ JCBയും അവരുടെ അത്ര കൃത്യമായി നമുക്ക് വന്ന ഒരു സ്ത്രീ രൂപം അതെന്താണെന്നൊക്കെ മനസ്സിലായില്ല. എന്നാൽ ആവർത്തന വിരസതയുള്ള വിഷയമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത പെരുമലയൻ, തെയ്യത്തിന്റെ എനർജി
പലപ്പോഴും ഫീൽ ചെയ്തില്ല. സംഭാഷണം പലരും മറന്നുപോയി അതിനകത്ത്. പിന്നെ സെറ്റ് ചേഞ്ച് കൃത്യത പുലർത്തിയിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ അണിയറയിലുള്ളവർ പ്രത്യേകിച്ച് കാണുകയായിരുന്നു. പിന്നെ അതുപോലെ ഒരു സീനിൽ ഒരു പ്രസവിച്ച 6 ദിവസം ഒരു പെൺകുട്ടിയെ വിളിച്ച് നമ്പൂതിരി അടുത്ത് കൊണ്ടുപോകുന്ന സീന് വിളിച്ചുകൊണ്ടുപോയി. പിന്നെ കുട്ടികൾ കൈവരി തുളസഞ്ചി അവിടെ നിന്ന് വന്നെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടായില്ല. അങ്ങനെ ചെയ്യുന്ന സാധനങ്ങൾ കൃത്യത ഉണ്ടാക്കുക. ഒരു 14 വയസ്സുകാരനാണ് തെയ്യം കിട്ടുന്നത്, പക്ഷെ വലിയൊരാളാണ് കെട്ടിയത്. അത് നമുക്ക് ആ കുട്ടിയുടെ ആ ഫീല് നമുക്ക് കിട്ടിയില്ല. പക്ഷെ നാടകത്തിന് ടോട്ടലി ഒരു സമഗ്രത നിലനിർത്തുവാൻ നാടകത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ നാടക സംഘർഷ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വളരെ ദുർബലമായിരുന്നു. വളരെ ചെറിയൊരു വിഷയത്തെ വലിച്ചു നിർത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. നാടക മുഹൂർത്തങ്ങൾ വളരെ കുറവായിരുന്നു. ഡയലോഗ് പലപ്പോഴും വ്യക്തത ഉണ്ടായിരുന്നു. പിന്നെ മാസ്കിംഗ് ഉണ്ടായിരുന്നു. മാസ്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാനുള്ളത്. പക്ഷെ അഭിനയത്തിലും ഡിസൈനിലും ഒരു നൂതന സമീപനം അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് പുറപ്പാട് ലാസ്റ്റ് കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലെ അവ്യക്തത ആശയവിഷയത്തിൽ വളരെ സാരമായി ബാധിച്ചിരുന്നു. പിന്നെ പശ്ചാത്തല സംഗീതത്തിൻ്റെ അമിതമായ ഇത് നമ്മൾക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. സെറ്റിൻ്റെ ഉപയോഗം നാടക വളർച്ചയ്ക്ക് തടസ്സമായിരുന്നു. പിന്നെ രംഗസജ്ജീകരണത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല. നടുവിലൊരു സെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മറ്റുള്ളതുമായിട്ട് മാച്ച് ഉണ്ടായിരുന്നില്ല. എപ്പോഴൊരു കൃത്യമായി മാച്ച് ചെയ്യുന്ന സെറ്റ് അതുണ്ടായിരുന്നില്ല. പിന്നെ ഓവർ ആക്ടിങ് പലപ്പോഴും നാടകത്തെ കാര്യമായിട്ട് ബാധിച്ചത്. ഇത്രയൊക്കെയാണ് നമ്മൾ കണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ. ഇത് അത്ര വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള അവസരങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത് നാളെയാണ്. എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഇനിയും നാടകങ്ങൾ ചെയ്യണം, നാടകം ഉണ്ടാവണം. ഈ ഒരു നാടകത്തെ സമ്മാനം കിട്ടാത്തതുകൊണ്ട് ഇനി ചെയ്യില്ല എന്നല്ല, ഇനിയും നല്ല രീതിയിൽ മത്സരിക്കുന്നത് വീണ്ടും ഞാൻ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. രചന സംവിധാനം അവതരിപ്പിച്ചത് ശ്രീ രതീഷ് റാമാണ്. ഈ വിജയികളെ പ്രത്യേകം കേരള സമാജം അനുമോദിക്കുന്നു. ജനഹരി അവതരിപ്പിച്ച ശമവായ സംവിധാനം സമ്മാനം നടത്തുന്നതിന് വേണ്ടി കേരള സമാജത്തിന്റെ ട്രഷറർ ശ്രീ പി എൻ ബാലകൃഷ്ണൻ, ശ്രീ ഒ വിശ്വനാഥൻ എന്നിവരെ ചെന്നൈ ഉപാസന അവതരിപ്പിച്ച പെരുമലൈ. രചന സംവിധാനം ഗോവർദ്ധൻ. സമ്മാനദാനം നിർവഹിക്കുന്നതിന് പ്രിയങ്കരനായ ഡോക്ടർ കൃഷ്ണദാസ് നായർ, കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ സി പി രാധാകൃഷ്ണൻ, ശ്രീ സുധീർ വർഗീസ് എന്നിവരോട് അഭ്യർത്ഥിക്കുന്നു.
ശ്രീ ദേജോ ജോസഫ്, ട്രഷറർ ശ്രീ ഹരികുമാർ എന്നിവരെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ECയുടെ മുൻ പ്രസിഡന്റ് ശ്രീ BPM തിലകനെയും സ്റ്റേജിലേക്ക്. കേരള സമാജവും ECയും സമ്മാനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ദയവായി ഇതിന്റെ നിയമാവലികൾ നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടില്ല. ഇതിന് കൃത്യമായ നിയമാവലികളുണ്ട്. മികച്ച നടി ശബരിമലയിലെ അമ്മ, ശബരിമലയിലെ അമ്മ, മികച്ച നടി ശബരിമലയിലെ അമ്മ. ജൂറിയുടെ പ്രത്യേക പരാമർശം ശബരിമലയിലെ കുട്ടി മകൻ. ഗ്രേസിയുടെ ആകാശത്തിലെ ഗ്രേസി. പ്രത്യേക പരാമർശം ശബരിമലയിലെ കുട്ടി മകൻ. കൺഗ്രാജുലേഷൻസ്. മുഖ്യ പിന്നീട് നമ്മൾ നൽകുന്നത്. അടുത്തത് ഗ്രേസിയുടെ ആകാശത്തിലെ ഗ്രേസി. ഇല്ലേ, വേറെ ഒച്ച വെക്കുന്നവർ ദയവായിട്ട് പുറത്തു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ സംസാരിക്കണം. കേരള സമാജവും ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായിട്ട് സൗത്ത് ഇന്ത്യൻ പ്രവാസി അമച്വർ ഡ്രാമ ഫെസ്റ്റിവൽ 2025 അവതരിപ്പിച്ചത് നാടക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക